നമസ്കാരം, പ്രേമരാജൻ പുന്നാട്. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുതൽ ഇങ്ങോട്ടെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയം നമ്മുടെ കണ്ണൂർക്കരയിലുള്ള ജുമാ മസ്ജിദിൽ നടന്ന സംഘർഷവും ആയി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അതിനകത്ത് പോലീസ് ബൂട്ടിട്ട് കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും കൂടി അതിൻ്റെ ഇടയിൽ നടത്തി. അതാരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്, കണ്ണൂർക്കര പള്ളിയിൽ അടി നടക്കുമെന്ന് ഖുറാനിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഖുറാനിൽ ഇത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർക്കര പള്ളിയിൽ എന്നല്ല, പള്ളികളിൽ സഹോദരങ്ങൾ തമ്മിൽ കലഹമുണ്ടാകും, അടിയുണ്ടാകും എന്ന് കൃത്യമായി ഖുറാൻ എഴുതി വച്ചിട്ടുണ്ട്. അന്ത്യകാല ലക്ഷണങ്ങൾ, നബിയുടെ രണ്ടാമത്തെ വരവിന് ആ അന്ത്യകാല ലക്ഷണങ്ങൾ. അപ്പോൾ പള്ളിയിൽ അടി നടക്കും, വിശ്വാസികൾ തമ്മിൽ അടിയുണ്ടാകും എന്നൊക്കെ നേരത്തെ നമ്മളെയൊക്കെ ഈ ഭൂമിയിലേക്ക് ഒരു വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇന്നിന്ന കാര്യങ്ങൾ, യുദ്ധമുണ്ടാകും, കലഹമുണ്ടാകും, അടിയുണ്ടാകും എന്നൊക്കെ അന്ത്യകാല ലക്ഷണം എന്നുള്ള നിലയിൽ ഖുറാനും ബൈബിളും എഴുതി വച്ചിട്ടുണ്ട്. കൃത്യമായ നിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പോലീസ് ഇടപെടുന്നു എഴുതി വെച്ചിട്ടുണ്ട്. ഖുറാനിൽ സൂറ അൽ ഹുജറാത്ത് 49:9 എന്ന് പറയുന്ന ആ വചന എന്ന് പറയേണ്ടത്, ആ ഖുറാൻ വാക്യത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: വിശ്വാസികൾ തമ്മിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലായിട്ട് കലഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾ സമാധാനമുണ്ടാക്കണം. ആരാ നിങ്ങൾ സമാധാനം ഉണ്ടാക്കേണ്ടത്? അപ്പോൾ സമാധാനമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സൂറ അൽ ബഖറ 2:25 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു മനുഷ്യരിൽ മറ്റു ചിലരെ കൊണ്ട് ഈ പ്രശ്നങ്ങൾ തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ആകെ ഭൂമി മൊത്തം കുഴപ്പത്തിലായി പോകുമെന്ന്. അപ്പോൾ ആ മനുഷ്യരെന്ന് പറയുന്നത് ചിലപ്പോൾ പോലീസുകാരായിട്ടായിരിക്കും വന്നിട്ടുണ്ടാകുക. അപ്പോൾ ചിലപ്പോൾ പോലീസുകാരായിട്ട് വന്നിട്ടായിരിക്കാം ആ മനുഷ്യർ അവിടെ തടയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാകുക. അപ്പം അതിൽ ഈ പോലീസ് ബൂട്ടിട്ട് കയറിയതാണ് പ്രശ്നമെങ്കിൽ പോലീസ് ബൂട്ടിട്ട് കയറുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഇപ്പം ഒന്നുമല്ല, കുറേ കാലങ്ങൾക്ക് മുമ്പേ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഗൾഫിലുള്ള പ്രവാസിയായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, ഈ പോലീസ് എങ്ങനെയാണ് ഗൾഫിലുള്ള പള്ളിയിൽ ബൂട്ടിട്ട് കയറിയത്, പാൻറ്റിട്ട് കയറിയതെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ നിയമം അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അവിടുത്തെ നിയമപാലകർക്ക് ആ ഒഫീഷ്യൽ വസ്ത്രത്തിൽ ബൂട്ടെടുത്തിട്ട് തന്നെ നിസ്കരിക്കാനുള്ള, വെള്ളിയാഴ്ച പള്ളിയിൽ പോകാനുള്ള അനുമതി ഉണ്ടെന്നാണ് പറഞ്ഞത്. കാരണം അത് അവരുടെ സർവീസ്, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ സേവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അതിനവിടെ വിലക്കില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇനി പള്ളിയിൽ ബൂട്ടിട്ട് കയറി എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, ഇനിയിപ്പം ബൂട്ടെല്ലാം അയച്ചു വെച്ച്, സോക്സെല്ലാം അയച്ചു വെച്ച്, ഉളുവ് കൊടുത്ത് എന്നിട്ട് പള്ളീൻ്റെ അകത്തൊക്കെ കയറിയിട്ടാണ് ഈ സംഘർഷം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ തയ്യാറാകുന്നതെങ്കിൽ അവിടെ രക്തച്ചൊരിച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതേ ആളുകൾ തിരിച്ചു പറയുക എന്താ? പിന്നെ അവിടെ സംഘർഷം നടക്കുമ്പോൾ, അവിടെ അടി നടക്കുമ്പോൾ അവരവരുടെ അവിടുത്തെ ആചാരമാണ് നോക്കിയത്, അവരുടെ ബൂട്ടയക്കാനാണ് നോക്കിയത്, അവിടെ വേഗം ചെന്ന് തടയല്ലാതെ മറ്റെന്താ വേണ്ടതെന്ന്. ഇത് രണ്ടും പറയും കൂട്ടർ. പക്ഷേ സമയോചിതമായിട്ട് പോലീസ് ഇടപെട്ടു. ആ പള്ളിയിൽ പോലീസ് കയറിയല്ല അടി നടന്നേ വന്നിട്ടുള്ളൂ. അവിടെ ഒരു രക്തച്ചൊരിച്ചിലോ ഒരു ജീവഹാനിയോ വന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന മാനഹാനി എത്രയാ? അപ്പോൾ പള്ളിയിൽ അടിയുണ്ടാകുമെന്നുള്ളത് ഖുറാനിലും ബൈബിളിലും മുന്നമേ പറഞ്ഞിട്ടുണ്ട്. ജാതി ജാതിയോടും മതം മതത്തോടും വർഗം വർഗത്തോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, സഹോദരങ്ങൾ തമ്മിലടിക്കും, അച്ഛൻ മകനെയും മകൻ അച്ഛനെയും കൊല്ലും, സഹോദരങ്ങൾ തമ്മിൽ കൊല്ലും. ഇതൊക്കെ ബൈബിളിലും എഴുതി വെച്ചിട്ടുണ്ട്, ഖുറാനിലും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വലിയ മതപണ്ഡിതനായിട്ടൊന്നുമല്ല, ബൈബിളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് എറണാകുളത്ത് പള്ളിയിൽ അച്ഛന്മാർ തമ്മിൽ കുർബാന അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടായില്ലേ? അതിലെന്ത് അതിശയിക്കാനിരിക്കുന്നു? നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബൈബിളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ തമ്മിലടിക്കുന്നു, നിങ്ങൾ സഹോദരങ്ങളാണ്, ഒരേ ദൈവത്തെ ആരാധിക്കുന്ന, ഇവർ രണ്ടുപേരും ആരാധന അർപ്പിക്കുമ്പോൾ വിളിക്കേണ്ടത് യേശുവേ എന്നാണ്. ആ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് തമ്മിലടിക്കുന്നു നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ. ഇവിടെ എന്തോ ഒരു ഇത് ചൊല്ലേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ സംഘർഷം ഉണ്ടായത്. ഇതാരെ പ്രസാദിപ്പിക്കാനാ?
നിങ്ങൾ അള്ളാഹുവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ദൈവം പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ആണ് പറയുന്നത്. അല്ലാതെ വാശി പിടിച്ചുകൊണ്ട് മറ്റവനോട് വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ എന്താ പറയേണ്ടത്, നിസ്കാരം നടത്താനോ അല്ലെങ്കിൽ ദിക്കർ ചൊല്ലാനോ അല്ലെങ്കിൽ നിങ്ങളീ പറയുന്ന എന്തോ ചൊല്ലുന്നതിനെ മറന്നുപോയി, അത് ചൊല്ലാൻ വേണ്ടിയിട്ട് ചൊല്ലാൻ താല്പര്യമുള്ളവൻ ചൊല്ലുക, ചൊല്ലാതവൻ ചൊല്ലാതിരിക്കുക. പക്ഷേ അതൊരു പള്ളിയിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന് വേണ്ടത് നിങ്ങൾ തമ്മിൽ സഹോദരന്മാരായി സാഹോദര്യത്തോടെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് പുണർന്ന് ജീവിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ മഹല്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ചിലെങ്കിലും പാവപ്പെട്ട പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിച്ച്, നിങ്ങൾ ദരിദ്രരോട് കരുണ കാണിച്ച്, സഹജീവികളോട് സ്നേഹം കാണിച്ച്, കരുതി മാനുഷിക സ്നേഹം അതിലുപരിയായി കാണിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്നതും സമാധാനം ഉണ്ടാക്കുന്നതും കാണാനാണ് നിങ്ങൾ ഇന്നലെ അടി കഴിഞ്ഞ അള്ളാഹുവിനിഷ്ടം. അല്ലാണ്ട് നിങ്ങൾ ആടുന്ന് തമ്മിലടി കഴിഞ്ഞാൽ ആ ചൊല്ലിയിട്ടെങ്കിൽ നിങ്ങളത് ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും നിങ്ങൾ ദൈവത്തിന് വേണ്ടി സാക്ഷ്യമുള്ളവരായി. എന്നാൽ ദൈവത്തിൻ്റെ ഈ നിലയിൽ ഇപ്പോൾ നിങ്ങളവിടെ അടി കഴിഞ്ഞാൽ, നിങ്ങളവിടെ പ്രയാസം ഉണ്ടാക്കിയാൽ ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് ആരെയാ പഴിക്കുന്നത്? ദൈവത്തെയാ, അള്ളാഹുവിനെയാണ്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ ശിക്ഷ കിട്ടുകയുള്ളൂ. നിങ്ങൾ ചൊല്ലിയോ ചൊല്ലിയില്ലയോ എന്നുള്ളതല്ല. പള്ളി എന്ന് പറയുന്നത്, മഹൽ എന്ന് പറയുന്നത് സമാധാനം ഉണ്ടാക്കേണ്ടതാണ്. അവിടെ നിങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. പള്ളിയിൽ അച്ഛന്മാർ പള്ളി അരമനയിൽ നിന്ന് തമ്മിലടിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ കഷ്ടം. പക്ഷേ അന്ത്യനാളിൽ പ്രവാചകന്റെ വരവിന് മുന്നേ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നിങ്ങൾ കേൾക്കും. അവിടെവിടങ്ങളിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകും, കൊടിയ കാറ്റുകൾ ഉണ്ടാകും. ഇതൊക്കെ ബൈബിളിലും ഖുറാനിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലടിക്കും, അതിൽ അതിശയൊന്നുമില്ല. പക്ഷെ അതിനകത്ത് കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടിയാണ് ശരിയല്ലാത്തത്. അതാണ് ശരിക്കും വർഗീയത ഉണ്ടാക്കുന്നത്. ബൂട്ടിട്ട് കയറി പോലും പോലീസ് പിന്നെ ബൂട്ടിട്ടിട്ടാണ് പിന്നെ എങ്ങനെ കയറേണ്ടത്? അതുകൊണ്ട് അശുദ്ധമാകുന്നില്ല. നിങ്ങൾ സംഘർഷം ഉണ്ടാക്കിയത് കൊണ്ടാണ് പള്ളി അശുദ്ധമാകുന്നത്. ഒരു പള്ളിയോ ഒരു അമ്പലമോ അശുദ്ധമാകുന്നത് പൂട്ടിട്ട് കയറിയത് കൊണ്ടോ ഉളുവെടുക്കാത്തത് കൊണ്ടല്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുറാനിൽ അതിൽ മറ്റൊരു ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഹൃദയ ശുദ്ധിയാണ് വേണ്ടത്. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ടാണ് പാട്ടുകാരന് മുമ്പ് പാടിയത്, ഹൃദയം ദേവാലയം മാനവ ഹൃദയം ദേവാലയം. അപ്പോൾ ആ ഹൃദയമാണ് ദേവാലയം. ആ പാട്ടുകളൊന്ന് കേട്ടു. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ട് നടത്തുന്ന, അല്ലാണ്ട് അമ്പലത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് എനിക്ക് അത് ചൊല്ലാൻ വേണ്ടി വിട്ടില്ല, അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പുരോഹിതൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ ആരുടെ മുമ്പിൽ വെച്ചാ പ്രശ്നം ഉണ്ടാക്കുന്നത്? കയറി പോലീസ് മറ്റൊരാൾ അവിടെ കയറി സമാധാനം ഉണ്ടാക്കും. ഖുറാൻ പറയുന്നതാണ്, ആ മറ്റൊരാളാണ് പോലീസ്. നിലയിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് അവിടെ വലിയ സമാധാനം ഉണ്ടായത്. അല്ല, അവിടെയൊന്നും തീരുന്നൊരു സംഘർഷമല്ല അത്. അപ്പോൾ അതുകൊണ്ട് പോലീസ് പള്ളിയിൽ കയറും, പള്ളിയിലെ പോലീസ് കയറുമെന്നും അവിടെ അടിയുണ്ടാകുമെന്നും വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങളൊക്കെ ഉരുവാകണമോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നതിന് മുമ്പേ പ്രവാചകൻ എഴുതി വച്ചിട്ടുണ്ട്. പ്രവാചകൻ എഴുതി വെച്ച ഒന്നും തെറ്റിയിട്ടില്ല. ബൈബിളിൽ എഴുതി വച്ചിട്ടുണ്ട്, പള്ളിയിൽ അച്ഛന്മാർ തമ്മിൽ അരമനയിൽ പള്ളികൾ തമ്മിൽ തർക്കം ഉണ്ടാക്കിയിട്ട് അടിയുണ്ടാവുന്നത് ഒരേ സഹോദരങ്ങളാണ്. ഇനി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരേ സഹോദരന്മാർ, ഏട്ടനന്യന്മാരാണ്. അപ്പോൾ ഇതൊക്കെ പണ്ട് കാലത്ത് എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇവിടെ സംഭവിക്കുന്നത്. വളരെ എന്താ പറയേണ്ടത്, അതിനിടയിൽ കയറിയിട്ട് ബൂട്ടിട്ട് കയറി അല്ലെങ്കിൽ പാൻറ്റിട്ട് കയറി എന്ന് പറയുന്നതിൽ ഉളുവെടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇതൊക്കെ സംഭവിക്കേണ്ടത് തന്നെ. ഖുറാനിൽ ബൈബിളിലും എഴുതി വെച്ച ഓരോ കാര്യങ്ങളും അതിപ്പോഴും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചെങ്കിൽ ഇപ്പോഴും സംഭവിക്കുന്നു.